അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ചെമ്മീൻ പൊടിച്ചോറാണ്. അതിനാവശ്യമായിട്ട് തേങ്ങ, ഉണക്കമുളക്, ഉണക്കച്ചെമ്മീൻ, പുളിക്ക് പകരം ഞാൻ പുളിൻ്റെ വെള്ളമാണ് എടുത്തിരിക്കുന്നത്. പുളിയിൽ കുരുള്ള കാരണം അത് മിക്സിയിൽ അടിക്കാൻ ബുദ്ധിമുട്ടായിക്കാരം, ചമ്മന്തി ആക്കി എടുക്കാൻ. അപ്പോൾ ഉണക്കമുളകൊക്കെ എരിവിൻ്റെ ആവശ്യത്തിന് എടുക്കുക. ഞാനൊരു 10-15 ഉണക്കമുളക് എടുത്തിട്ടുണ്ട്. ഒരു ചട്ടി ചൂടാകാൻ വെക്കുക. കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഉണക്കമുളക്, ഉണക്കച്ചെമ്മീനും കൂടി രണ്ടും കൂടി വറുത്തെടുക്കുക. കരിഞ്ഞു പോകരുത്, കുറഞ്ഞ തീയിലിട്ടിട്ട് പതുക്കെ വറുത്തെടുക്കുക. മുളക് കരിഞ്ഞു പോയാൽ പിന്നെ ഒരു കയ്പ്പ് ടേസ്റ്റ് ചെയ്യാറും ചമ്മന്തിക്ക്. മുളക് വറുത്തെടുത്തതിന് ശേഷം ചെമ്മീനും അതേ ഓയിലിൽ തന്നെ ഇട്ടിട്ട് നന്നായിട്ട് വറുത്തെടുക്കുക. നല്ല വറുത്തെടുക്കണം. മുളക് പൊട്ടിത്തെറിക്കാതെ നോക്കണം. എണ്ണയ്ക്ക് ഇടുമ്പോൾ കുറച്ച് വിട്ട് നിന്ന് ചെയ്യുക. പിന്നെ അതേ എണ്ണയിൽ തന്നെ ഉണക്ക ചെമ്മീനിട്ടിട്ട് വറുത്തെടുക്കുക. പതുക്കെ സിമ്മിലിട്ടിട്ട് സാവധാനം വറുത്തെടുക്കുക. പെട്ടെന്ന് തീ കൂട്ടി കൊടുത്താൽ കരിഞ്ഞു പോകും. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് മാറും. ഈ റെസിപ്പി ഉണക്കമീൻ ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടപ്പെടുള്ളൂ. ഉണക്കമീൻ ഇഷ്ടമുള്ള ഒരുപാട് ആളുകളുണ്ടാവുമല്ലോ. ഉണക്കമീൻ, ഉണക്കച്ചെമ്മീൻ്റെ ഒക്കെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ഇത് നല്ല ഇഷ്ടപ്പെടും. ഇതൊക്കെ വേറെ കറിയൊന്നും വേണമെന്നില്ല ഈ ചോറ് കഴിക്കാൻ. ഇത് മാത്രം കൂട്ടി കുഴച്ച് മിക്സ് ചെയ്തിട്ട് കഴിച്ചാൽ മതി. അങ്ങനെ ഒക്കെ വറുത്തെടുത്തു. ഇനി ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലിട്ടിട്ട് പുളിവെള്ളവും കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക, പൊടിച്ചെടുക്കുക. നല്ല പേസ്റ്റ് ആക്കണ്ട, തരിതരിയേന് നമ്മൾ സാധാരണ ചമ്മന്തി ആക്കണ പോലെ തന്നെ അതുപോലെ തന്നെ ആക്കിയെടുക്കുക. പേസ്റ്റ് ആക്കിയെടുക്കരുത്, അപ്പോൾ ആകെ എല്ലാം കൂടി കുഴഞ്ഞു പോകും. ഞാൻ ഇതിൽ വീഡിയോയിൽ വിട്ട് പോയിട്ടുണ്ട്. ഞാൻ അതിൻ്റെ കൂടെ പുളിവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഉപ്പും ചേർത്തിട്ട് അരച്ചെടുക്കുക. നിർത്തി പൊടിക്കുക. ഒറ്റ സ്പീഡിൽ പോയി കഴിഞ്ഞാൽ പേസ്റ്റായി വരും. ഇതുപോലെ തരിയായിട്ട് ചെയ്തെടുക്കുക. ഇനി ഇതൊക്കെ ആവശ്യമുള്ളത് കുറച്ച് ചെറിയുള്ളിയും വെളുത്തുള്ളിയും കൂടി അരിഞ്ഞതാണ്. ചട്ടി ചൂടായിട്ട് വെളിച്ചെണ്ണ ഒഴിക്കുക. അതിലേക്ക് ഈ ഉള്ളി രണ്ടും ഇട്ടിട്ട് നന്നായിട്ട് വാട്ടിയെടുക്കുക. ചെറിയ ഉള്ളിയുടെ ടേസ്റ്റാണ് ഇതിന് നല്ല വേണ്ട. ചെറിയ ഉള്ളി, വെളുത്തുള്ളി. പിന്നെ നമ്മളെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ചോറ് വേണം. അപ്പോൾ ഒരു 2-3 ആൾക്ക് കഴിക്കാനുള്ള ചോറിൻ്റെ അളവിലാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത്. ഒരു 3 പ്ലേറ്റ് ചോറ് 3 ആൾക്ക് കഴിക്കാൻ ആവശ്യത്തിനുള്ളതുണ്ട്. അപ്പോൾ ഉള്ളി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ടായിരിക്കും. ഇനി നമ്മൾ പൊടിച്ച് വെച്ച ചെമ്മീൻ പൊടി ചേർത്ത് കൊടുക്കാം. അതൊന്ന് വഴറ്റി കൊടുത്തിട്ടേക്ക് ചോറും ഇട്ടിട്ട് നല്ല മിക്സ് ചെയ്തെടുക്കുക. ഉപ്പ് കുറവുണ്ടോ നോക്കണം. ചിലപ്പോൾ കുറവാകും. അത് ചിലപ്പോൾ ഉണക്കമീനിൽ ചിലപ്പോൾ ഉപ്പുണ്ടാവും, ചിലത് ഉപ്പില്ലാത്തതുണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് കൂട്ടിയും കുറച്ച് ഇട്ട് കൊടുക്കുക ടേസ്റ്റ് നോക്കിയിട്ട്. ചോറിട്ടതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യണം. നല്ല മിക്സ് ചെയ്യണം. ചോറും ചമ്മന്തിപ്പൊടിയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ വീഡിയോ ഓഫാക്കിയിട്ട് കുറേ നല്ല സാവധാനം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇത് മാത്രം മതി. ഇതിൻ്റെ കൂടെ വേറൊരു കറിയൊന്നും വേണമെന്നില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ഒരു ലൈക്കും കമൻറ്റും നിർബന്ധമായിട്ടും തരണേ.